പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ സഭാകമ്പം എന്നൊരു സംഭവം ഉണ്ടല്ലോ. സഭാകമ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് ചെല്ലുന്ന ആളുകളെ മീറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു പേടി, ചമ്മൽ, ടെൻഷൻ, അതിനൊക്കെയാണല്ലോ നമ്മൾ സഭാകമ്പം എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറയും, സ്റ്റേജിന്മേൽ കയറാനുള്ള പേടി. അതൊക്കെ നന്നായിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ പേടിയാണ്, ഒരാളെ പുതുതായിട്ട് പരിചയപ്പെടാൻ പേടിയാണ്. പിന്നെ ഒരു സദസ്സ്, ഒരു വലിയ ഹാളിൽ നിറയെ ആൾക്കാരിരിക്കുകയാണെങ്കിൽ അതിൻ്റെ മുൻഭാഗത്തേക്ക് കയറാതെ പുറകിലത്തെ വാതിൽ കൂടിയായിട്ട് കയറിയിട്ട് ഏറ്റവും പുറകിലത്തെ സീറ്റിലിരിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യാറുള്ളത്. കാരണം നമ്മൾ മുമ്പിലത്തെ വാതിൽ കൂടി കയറി ചെല്ലുമ്പം അവിടെ ഇരിക്കുന്ന ആ സദസ്സിലെ മുഴുവൻ ആൾക്കാരും നമ്മളെ നോക്കില്ലേ. എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് ഒരാൾ നടന്ന് കയറി വരുമ്പം എന്തായാലും എല്ലാവരും നോക്കും. അപ്പോൾ എല്ലാവരും നമ്മളെങ്ങനെ നോക്കില്ലേ എന്നൊരു ടെൻഷൻ. അപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ ടെൻഷൻ ഇല്ലാതെ, അതുപോലെ മുമ്പിലത്തെ സീറ്റിൽ എവിടെയെങ്കിലും നമ്മൾ ഇരിക്കുകയാണെന്ന് വെച്ചോ, ഒരു ഹാളിൽ എന്തോ പ്രോഗ്രാം നടക്കുകയാണ്, നമ്മൾ മൂന്നാമത്തെ നാലാമത്തെ ഏതെങ്കിലും നിരയിലിരിക്കുകയാണ്. അപ്പം പുറകിൽ ആരെങ്കിലും നോക്കണം, നമുക്ക് അവർ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ പുറകിലുള്ള എന്തോ ഒരു കാഴ്ച നമുക്ക് നോക്കണം. അതിനുവേണ്ടി നമ്മൾ എണീറ്റ് നിന്ന് പുറകിലേക്ക് തിരിഞ്ഞ് നോക്കണമെങ്കിൽ അതെനിക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ എണീറ്റ് നിന്ന് നോക്കുന്ന സമയത്ത് പുറകിലിരിക്കുന്ന ആൾക്കാർ മുഴുവൻ നമ്മളെ കാണില്ലേ, അവരൊക്കെ നമ്മളെ ശ്രദ്ധിക്കില്ലേ, അങ്ങനെ ഒരുപാട് പേടിയും ടെൻഷനും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് ചിന്തിച്ച് ഒരുപാട് ജീവിതം നഷ്ടപ്പെടുത്തിയതെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നല്ല, ഒരുവിധം നമ്മൾ മലയാളി ആ കേരളത്തിൽ ജനിച്ച് വളർന്നിട്ടുള്ളവരും ഞങ്ങളുടെയൊക്കെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള എല്ലാവരും തന്നെ, അതും അതിനു മുമ്പേ ജീവിച്ചിട്ടുള്ള എല്ലാവരും തന്നെ അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം എപ്പോഴും നമ്മളെ പഠിപ്പിച്ച് വെച്ചിട്ടുള്ളത് അവരങ്ങനെ വിചാരിക്കും, ഇവരിങ്ങനെ വിചാരിക്കും, അങ്ങനെയാണ് നമ്മളെ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുള്ളത് തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് ജീവിച്ചിട്ടുള്ള ആൾക്കാർ. പക്ഷേ ആ തലമുറ മാറി ഇന്നത്തെ തലമുറ വന്നപ്പോൾ ഇന്നത്തെ കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. അവർ അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചോട്ടെ എന്നാണ് അവരുടെ ഇത്. അപ്പോൾ നമ്മളൊക്കെ ആദ്യം മക്കളോടൊക്കെ പറയുമായിരുന്നു, അങ്ങനെ ചെയ്യല്ലേ, അവർ അടുത്ത വീട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഈ ഡ്രസ്സ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ രാവിലെ എഴുന്നേക്കാൻ കുറേ ലേറ്റായി, 10 മണിയായി ലേറ്റായിട്ട് എണീറ്റ് പുറത്തേക്ക് വന്ന് മുറ്റത്ത് വന്നിട്ട് അവർ ചിലപ്പം ബാത്റൂമിൽ നിന്ന് പല്ലേക്കുന്നതിനിടയിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി മുറ്റത്തേക്ക് വന്നു. അപ്പോൾ നമ്മൾ അയ്യോ 10 മണിയൊക്കെ ആയിട്ട് നിങ്ങൾ ബ്രഷ് എടുത്ത് വായിൽ വെച്ച് നിൽക്കുന്ന കണ്ടാൽ അടുത്ത കൂട്ടുകാർ എന്ത് വിചാരിക്കും, നിങ്ങൾ ഇപ്പോഴാണ് പല്ലേക്കുന്നതെന്ന് വിചാരിക്കില്ലേ എന്ന് കുട്ടികളോട് പറയുമ്പോൾ കുട്ടികൾ വളരെ ഈസി ആയിട്ട് ചോദിക്കുന്നത് വെച്ചാൽ, അതിപ്പോൾ അവരങ്ങനെ വിചാരിച്ചാൽ എന്താണ് തെറ്റുള്ളത്, ഞാൻ 10 മണിക്ക് തന്നെയാണ് പല്ലേക്കുന്നത്, ഇന്നത്തെ ഒരു കാരണം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി, ഞാൻ എഴുന്നേറ്റു, ഇപ്പോഴാണ് ഞാൻ പല്ലേക്കുന്നത്, അതിനെന്താണ് തെറ്റുള്ളത്? അപ്പോൾ ആദ്യമൊക്കെ നമ്മളങ്ങനെ കേട്ടപ്പം കുട്ടികൾ നമ്മളോട് തറുതല പറയുന്നോ അല്ലെങ്കിൽ തിരിച്ചു പറയുന്നോ അങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നിയിരുന്നത്. പിന്നെ കുറച്ചു കാലം ഇത് പതിവായപ്പോൾ നമ്മൾ ചിന്തിച്ചു തുടങ്ങി, ശരിയാണല്ലോ, ഈ ന്യൂ ജനറേഷൻ പറയുന്നതിൽ തെറ്റൊന്നുമില്ല, അവർ പറയുന്ന കാര്യങ്ങളും ശരി തന്നെയാണ് എന്ന് നമുക്ക് ചിന്തിച്ചപ്പം നമ്മൾ അവരോട് യോജിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പഴയ ചിന്താഗതിയിൽ വ്യത്യാസം വരുത്തി ന്യൂ ജനറേഷനോടൊപ്പം നമ്മളും സഞ്ചരിച്ചു തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സഞ്ചരിച്ച് തുടങ്ങുന്നതാണ് നല്ലത്. കാരണം ഈ ന്യൂ ജനറേഷൻ എന്തായാലും പഴയ ജനറേഷനിലേക്ക് യോജിക്കില്ല. അവർക്കൊരിക്കലും നമ്മളുടെ ചിന്താഗതികളുമായിട്ട് യോജിച്ച് മുമ്പോട്ട് പോകാൻ അവർക്കൊരിക്കലും സാധിക്കില്ല. അവർ മുമ്പോട്ട് മാത്രമേ പോവുള്ളൂ, തിരിച്ച് അവർ വരില്ല. അപ്പം നമ്മളെന്ത് ചെയ്യണം? നമ്മളും അവരുടെ കൂടെ തന്നെ ഒഴുകണം. അവരുടെ ചിന്താഗതികളിൽ കൂടി അത്രത്തോളം നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ അവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയാൽ മാത്രമേ കുടുംബജീവിതം നമുക്ക് ഹാപ്പിയാക്കി മാറ്റാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളുടെ നിന്ന സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ടല്ല, നിങ്ങൾ ഇതിലേക്ക് തിരിച്ചു വരണം, ഇതിലേക്ക് തന്നെ ചെയ്യണം, ഇങ്ങനെ തന്നെ വേണം എന്ന് നമ്മൾ വാശി പിടിച്ചാൽ വീട്ടിൽ വഴക്കാവാനും കുട്ടികൾ നമ്മളെ ഒരു ശല്യമായിട്ട് കണക്കാക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് കല്യാണം കഴിഞ്ഞ് ഇനി വരുന്ന തലമുറയിലത്തെ കുട്ടികൾ കല്യാണം കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പണ്ടത്തെ ടൈപ്പ് അമ്മായിയമ്മ ആയിട്ട് ഇരുന്നിട്ട് അങ്ങനെയല്ല, ഇങ്ങനെയാണ് വേണ്ടത്, ഈ വീട്ടിൽ ഇങ്ങനെയാണ് സിസ്റ്റം, ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ അവരോട് പറയാൻ നിന്നാൽ അതൊരു വഴക്ക് ബഹളം ആവുകയുള്ളൂ. നമ്മളെ മക്കളും നമ്മളോട് യോജിക്കില്ല, വന്നു കയറുന്ന പെൺകുട്ടിക്കും നമ്മളോട് യോജിക്കാനാവില്ല. കാരണം അവർ ന്യൂ ജെൻ ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കഴിയുന്നതും നമ്മളെ വീട്ടിൽ ഒരുമിച്ച് താമസിക്കാൻ ഇടവരുത്താതെ അവർ ഫ്രീ ആയിട്ട് അവർക്ക് താമസിക്കാൻ വീട് വേറെ വാങ്ങിയിട്ടോ വാടക വീട്ടിലോ മറ്റോ അവർ താമസിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള സമയത്ത് എഴുന്നേൽക്കുക, ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ധരിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാനാണ്, അങ്ങനെ അല്ലെ രാത്രി സമയങ്ങളിലേക്ക് പുറത്ത് പോകാനോ, അങ്ങനെ അവരുടെ ഇഷ്ടം അനുസരിച്ച് അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം വേണമെങ്കിൽ എന്ത് ചെയ്യണം? അവർ വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കണം. അപ്പോൾ അത് നമ്മൾ അയ്യോ അതങ്ങനെ എൻ്റെ കണ്ണടയെന്ന് വരാൻ ഞങ്ങളെ കൂടെ തന്നെ താമസിച്ചേ പറ്റുള്ളൂ, നിങ്ങൾ ഈ വീട്ടിൽ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുന്ന കുറേ പാരൻസ് ഉണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാതെ അവരെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് താമസിക്കാൻ സമ്മതിക്കുക. അപ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് താമസിക്കാം. ഭാര്യയും ഭർത്താവും ഒരേ ചിന്താഗതിക്കാരാണെങ്കിലും അല്ലെങ്കിലും അവരത് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോയിക്കോളും.
ഈ പാരൻസ് ഇടപഴകുമ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അതിൽ ഉണ്ടാകുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവരുടെ ചിന്താഗതി എന്ന് വെച്ചാൽ അവർക്ക് ആരോടും ഉപദ്രവിക്കണമെന്നോ ആരെയും ശല്യപ്പെടുത്തണമെന്നോ ആരോടും അഹങ്കാരം കളിക്കണമെന്നോ അങ്ങനെ യാതൊരു വിചാരങ്ങളോ ഇന്നത്തെ യുവജന കുട്ടികൾക്കില്ല. അവർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകണം. ചുറ്റുവട്ടമൊന്നും അവർക്ക് പ്രശ്നമേ അല്ല. അടുത്തുകൂടി കടന്നു പോകുന്നവരോ, ഒന്നാമത് അവർ എപ്പോഴും മൊബൈലിൽ തന്നെ ആയിരിക്കും. അവർ ചുറ്റുവട്ടത്തെ കാണുന്നില്ല എന്നുള്ളതാണ്. അടുത്ത് ആരാണ് ഇരിക്കുന്നത്, അടുത്തുള്ളവരെന്ത്, അടുത്ത വീട്ടിൽ ആരാണുള്ളത്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മറ്റ് ചുറ്റുവട്ടത്തെ ആൾക്കാരുണ്ടോ ഇല്ലേ, അതൊന്നും അവർ ബോധേടയല്ല. അവരാരും ഉപദ്രവിക്കാതെ അവരുടെ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നു. നമ്മൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പഴയ ആൾക്കാരാണ്. ഈ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുക, കുശുമ്പ് പറയുക, അവരെ വീട്ടിൽ എന്ത് സംഭവിച്ചു, അവർ ചെയ്യുന്ന പോലെ നമ്മളും ചെയ്യണം, അല്ലെങ്കിൽ അവരെ കണ്ട് അനുകരിച്ചിട്ട് അയ്യോ നമ്മൾ ആ വീട്ടിലെന്താ സംഭവിച്ചത്, ഈ വീട്ടിലെന്ത് സംഭവിച്ചു, അവരെന്ത്, അങ്ങനെ ഒന്നും കാര്യങ്ങൾ ചിന്തിക്കുന്നത് നമ്മൾ പഴയ ആൾക്കാരാണ്. അപ്പം ഇപ്പോൾ ഉള്ള പുതിയ കുട്ടികൾ ആണെങ്കിൽ അവരവരെ വഴിക്ക് മുമ്പോട്ട് പോയിക്കൊണ്ട് നിൽക്കും. അവർക്ക് അവരുടെ കാര്യങ്ങൾ നടന്ന് പോകണമെന്നല്ലാതെ മറ്റാരെ ശല്യപ്പെടുത്തണമെന്നോ ഉപദ്രവിക്കണമെന്നോ കുറ്റം പറയണമെന്നൊരാഗ്രഹമില്ല. നമ്മളിപ്പോൾ ഒരാളെ പറ്റി കുറ്റം മക്കളുടെ മുമ്പിൽ വെച്ച് പറയുകയാണെങ്കിലും കുട്ടികൾ പറഞ്ഞാൽ പറയും നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങൾ ഇതിനകത്ത് നോക്കേണ്ട ആവശ്യം. അതുപോലെ നമ്മൾ പറഞ്ഞു വെച്ചോ അവർ ശ്രദ്ധിക്കും ഇവർ ശ്രദ്ധിക്കും എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോട്ടെ, അതിനിപ്പോൾ എന്താണെന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ കുറേശ്ശെ ആയിട്ട് അവരോടൊപ്പം കുറച്ച് മാറാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം കുറച്ചും കൂടി ഈസി ആയിട്ട് മാറും. പിന്നെ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചാൽ പണ്ടൊക്കെ ഇതുപോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ച് ആളുകൾ ഏതൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴും എപ്പോഴും ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കില്ലേ, അപ്പോൾ എന്ത് ചെയ്യും എന്ന് വെച്ച് മടിച്ച് പുറകോട്ട് മാറിയിരുന്ന ഞാൻ ഇപ്പം ഈ ഒരു 1-2 വർഷങ്ങൾ കൊണ്ട് കുറച്ച് ഒരുപാടെന്നല്ല കുറച്ച് എൻ്റെ ശൈലിയിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അത് ഞാൻ തന്നെ ട്രൈ ചെയ്ത് അങ്ങനെ മുമ്പോട്ട് വന്ന കാര്യമാണ്. അത് വെച്ചാൽ നമ്മളങ്ങനെ വല്ലാതെ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരു കാര്യം ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് തോന്നും. ഇപ്രാവശ്യം നാട്ടിൽ പോയ സമയത്തൊക്കെ ഞാൻ അവിടുത്തെ ഗെറ്റ് ടുഗദറുകളിലും എൻ്റെ ഗെറ്റ് ടുഗദറുള്ള സമയത്തും എൻ്റെ ഭർത്താവിൻ്റെ ഗെറ്റ് ടുഗദർ ഉണ്ടായ സമയത്തൊക്കെ ആളുകളെ ശ്രദ്ധിക്കാതെ എന്ന് വെച്ചാൽ അഹങ്കാരം കളിച്ചു എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. പണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് എണീക്കാൻ തന്നെ മടിച്ച് അയ്യോ അവർ നോക്കും ഇവർ ചിന്തിക്കും എന്ന് വിചാരിക്കുന്നതിന് പകരം നമ്മളുടെ ഫ്രീ മൂവ്മെൻറ്റ്, നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ പോകാം, ഇങ്ങോട്ട് പോകാം, വെള്ളം കുടിക്കാൻ പോകാം, അല്ലെങ്കിൽ വേറൊരാളെ കണ്ടങ്ങോട്ട് എണീറ്റ് പോയി അവരോട് വർത്താനം പറയണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയറോ കാര്യങ്ങളോ എടുത്തിരുന്നത് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എഴുന്നേറ്റ് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴും മറ്റുള്ളവർ നമ്മളെ നോക്കുമല്ലോ അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കുമല്ലോ എന്ന് ചിന്തിക്കാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് ഭയങ്കര ഒരു റിലാക്സ് ഫീലിംഗ് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾ ഉദ്യോഗസ്ഥയാണ്, സ്വന്തം ശമ്പളം കൈപ്പറ്റുന്ന ആളാണ്. അപ്പോൾ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരാകുമ്പം കുറേ കൂടി ബോൾഡായിരിക്കും, അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള കഴിവുണ്ട്, കാര്യങ്ങൾ അറിയാനുള്ള കഴിവുണ്ട്, എന്നെപ്പോലെ വീട്ടമ്മയല്ല. എന്നിട്ട് പോലും അവൾ പറയായിരുന്നു ഏതെങ്കിലും സ്ഥലത്ത് പോകുന്ന സമയത്ത് എപ്പോഴും ഭർത്താവ് കൂടെ വരണം അല്ലെങ്കിൽ മക്കൾ കൂടെ വരണം, അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു അവൾ. ഇപ്പം 1-2 വർഷങ്ങൾ കൊണ്ടാണ് അവൾക്കും ഈ ഒരു ചേഞ്ച് വന്നത്. ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് അവൾ സ്വന്തം പോകാൻ ശീലിച്ചു. ട്രെയിനിൽ കയറി ഒരു സ്ഥലത്തേക്ക് പോകാനോ, ഒരുപാട് ദൂര സ്ഥലമല്ല, അന്ന് പോയിട്ട് അന്ന് തന്നെ തിരിച്ചു വരുന്ന സ്ഥലങ്ങളിൽ പോകാനോ, അല്ലെങ്കിൽ ബസ്സിൽ കയറി ഒരു സ്ഥലം വരെ പോയിട്ട് ഏതെങ്കിലും വീടുകളിൽ പോകാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിനെ കാണാനൊക്കെ സ്വന്തമായിട്ട് പോയിട്ട് അതിൽ തന്നെ നമ്മൾ തിരിച്ചു വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ലോകം കീഴടക്കിയ പോലത്തെ ഒരു സന്തോഷമാണ് പോലും ആദ്യം ഉണ്ടായത് അവൾക്ക്. അപ്പോൾ അവൾ എന്നോട് പറയായിരുന്നു ഞാനങ്ങനെ പോയി വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്തൊക്കെയോ നേടിയ പോലത്തെ ഒരു വിചാരമായിരുന്നു. വീട്ടിൽ വന്ന് അവരോടൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ ഇതെന്തുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്തില്ല എന്നുള്ള ഭാവമായിരുന്നെങ്കിലും ഭർത്താവും മക്കളൊക്കെ അതിന് ഭയങ്കര സപ്പോർട്ട് ചെയ്തപ്പം ഇപ്പം എനിക്കങ്ങനെ പേടിയില്ല, എല്ലാ സ്ഥലങ്ങളിലും പോകാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഞാനിപ്പോൾ ശീലിച്ചു. എനിക്ക് തന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസ്, ഒരു സന്തോഷം, ഒരു എന്തൊക്കെയോ ഒരു ആത്മവിശ്വാസം അതൊക്കെ വന്നു എന്നുള്ളത്. അതുപോലെയാണ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന ആൾക്കാർ മുമ്പോട്ടിറങ്ങി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. ഒന്നാമത് വണ്ടി ഓടിക്കാനൊക്കെ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മറ്റുള്ളവരെ ആശ്രയിക്കാതെ. എനിക്കൊരു പുറത്തേക്കൊന്ന് ഇറങ്ങണം, ഒരു സാധനം വാങ്ങാനുണ്ട്, അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു അല്ലെങ്കിൽ മക്കളോട് പറഞ്ഞു എനിക്ക് ആ സാധനം വാങ്ങണമായിരുന്നു, പുറത്ത് പോകണമായിരുന്നു പറഞ്ഞു. അപ്പം ഇപ്പോൾ വെയിലല്ലേ, അല്ലെങ്കിൽ ഇപ്പം പിന്നെ പോകാം, അല്ലെങ്കിൽ ഇപ്പം അയ്യോ പുറത്തിറങ്ങാൻ പറ്റില്ല, ഞങ്ങൾക്ക് വേറെ എന്തോ ഒരു കാര്യമുണ്ട്, നമുക്ക് വൈകുന്നേരം പോകാം, അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പം ചെയ്യണമെന്ന് തോന്നും. ചില കാര്യങ്ങൾ ഇപ്പം ആ സാധനം എനിക്ക് കിട്ടണം, ഇപ്പം തന്നെ ചെയ്യണമെന്ന് തോന്നുമ്പോഴും നമുക്ക് ആ ഒരാളെ ആശ്രയിക്കണം, അവർ വണ്ടിയെടുത്ത് പോയാൽ മാത്രമേ നമുക്ക് അവരുടെ കൂടെ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഇനി അതൊന്നും സാധനങ്ങളൊന്നും വാങ്ങാനില്ല, എനിക്കൊന്ന് പുറത്ത് ഒന്ന് പോകണമെന്നൊരാഗ്രഹം, വെറുതെ ഒന്ന് പോയി കറങ്ങി വരണം, കുറച്ച് നേരം വീട്ടിലിരുന്ന് മടുത്തു അല്ലെങ്കിൽ ബോറടിച്ചു, വെറുതെ ഒരാവശ്യമില്ലാതെ വണ്ടി എടുത്തൊന്ന് പുറത്ത് പോയി ഒന്ന് കറങ്ങി വരണം എന്നുള്ള ആഗ്രഹം എനിക്ക് തോന്നുന്ന സമയത്ത് എനിക്ക് ആരെയും ആശ്രയിക്കാതെ വണ്ടിയെടുത്ത്, എൻ്റെ അടുത്ത് പൈസ ഉണ്ടാവണം കേട്ടോ, വെറുതെ വണ്ടി എടുത്തുകൊണ്ട് കാര്യമില്ല, പെട്രോൾ അടിക്കാനോ അല്ലെങ്കിൽ പുറത്ത് പോയി എന്തെങ്കിലും സാധനം വാങ്ങാനൊക്കെയുള്ള പൈസ എൻ്റെ കയ്യിലുണ്ടാവുന്നത് എങ്ങനെയാണ്, സ്വന്തമായി ജോലി ചെയ്യും, സ്വന്തമായി ഇൻകം കയ്യിലുണ്ടാവുകയോ
അല്ലെങ്കിൽ ജോലി ചെയ്യണം നിർബന്ധമില്ല, മറ്റേ നമുക്ക് ഇൻകം നമ്മുടെ കയ്യിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് ഉണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് പോകാനുള്ളൊരു ധൈര്യവും കഴിവും, ഈ വണ്ടി ഓടിക്കാനുള്ളൊരു കഴിവ്, പൈസ നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക, നമുക്ക് കുറച്ച് ധൈര്യം ഉണ്ടായിരിക്കുക. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസും എല്ലാ സ്ഥലങ്ങളിലേക്ക് പോകാനും പെരുമാറാനൊക്കെ ഉള്ളൊരു ധൈര്യം ഉണ്ടാവും. അപ്പോൾ അത് തീരെ ഇല്ലാത്ത ആളായിരുന്ന ഞാൻ ഇപ്പോൾ ഒരു 1-2 വർഷങ്ങൾ കൊണ്ട് കുറച്ച് അതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി കുറച്ചും കൂടി ഒരു ധൈര്യമായിട്ട് പെരുമാറി തുടങ്ങി. ഞാൻ തന്നെ ആലോചിച്ചു, 10-60 ആവാനായി, ഇനി എപ്പോഴാണ്, എത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല. ഇനിയെങ്കിലും നമ്മൾ കുറച്ചെങ്കിലും ബോൾഡായിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഉൾവലിഞ്ഞ് നിൽക്കാതെ കുറച്ചും കൂടി പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുക. അതൊക്കെ മടിയായിരുന്നു പണ്ട്. അയ്യോ ഈ ഡ്രസ്സ് ഇട്ട് പോയാൽ അവരെന്ത് വിചാരിക്കും, ഇത് നമുക്ക് സൂട്ടാവുന്നുണ്ടോ, ഒരു ഭയങ്കര ഫാഷനബിളായി പോയി എന്ന് ആൾക്കാർ വിചാരിക്കുമോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് വിചാരിച്ചായിരുന്നു നമ്മൾ പുറകോട്ട് നിന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ചു തുടങ്ങി, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കത് നല്ല സുഖമാണ്. അപ്പം നമ്മൾ തോന്നുന്നത് എന്തുകൊണ്ട് നമ്മളിത് നേരത്തെ ചെയ്തില്ല എന്ന് നമുക്ക് തോന്നുന്നു. ഞങ്ങളുടെ മോളൊക്കെ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. അവൾ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഈ മറ്റുള്ളവർ അങ്ങനെ ചിന്തിച്ച് നിൽക്കല്ലേ, നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോകണം, നിങ്ങൾ ആരെയാണ് എപ്പോഴും പേടിച്ച് നിൽക്കുന്നത്, നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന്. പക്ഷേ നമുക്കെന്തോ ഒരു പേടിയായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യാൻ. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ച് അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാതെ നിൽക്കുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്ത് തുടങ്ങാനുള്ള ഒരു ഘട്ടമാണ് ഇപ്പം വേണമെങ്കിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ വയസ്സ് കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്തെ ചെറുപ്പക്കാരെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും എന്നെപ്പോലെ ഈ ഒരു ഏജിലൊക്കെ എത്തി നിൽക്കുന്ന ആൾക്കാർ ഇനിയും നമുക്ക് കുറച്ച് കാലങ്ങൾ മാത്രമേ ജീവിക്കാനുള്ളൂ. ആ സമയത്ത് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് വലിഞ്ഞ് ഒന്നും ചെയ്യാതെ നിൽക്കുന്നതിന് പകരം ഇത്തിരി കൂടി നമ്മൾ ഫ്രീ ആയിട്ട് പെരുമാറുകയാണെങ്കിൽ നമ്മളെ ലൈഫ് നമുക്ക് തന്നെ മനോഹരമാക്കി മാറ്റാം. നമ്മളെ ലൈഫ് മനോഹരമാക്കി മാറ്റേണ്ടത് നമ്മൾ മാത്രമാണ്. മറ്റാരും നമ്മളെ ലൈഫിൽ വന്ന് നമ്മളെ നിർബന്ധിച്ച് പിടിച്ചു വലിച്ച് നമ്മളെ ഇതിലേക്ക് കൊണ്ടുവരില്ല. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ ജീവിതം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ തന്നെ സ്വയം ചിന്തിച്ച് നമ്മളുടെ ലൈഫ് ഇനിയുള്ള ചുരുങ്ങിയ കാലങ്ങൾ, നമ്മൾ ജീവിച്ചതിൻ്റെ പകുതി കാലം പോലും നമ്മളിനി ജീവിക്കില്ല. അപ്പോൾ അത്രയും കാലം ആ ജീവിതം കുറച്ചുകൂടി മനോഹരമാക്കി തീർക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നല്ലതല്ലേ എന്നൊരു ചിന്ത ഇപ്പം എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്.